ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ റിസോഴ്സസും അതുപോലെ തന്നെ പോളിമെറ്റാലിക് നൊഡ്യൂൾസുമാണ്. അപ്പോൾ എന്താണ് വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത്? നാച്ചുറലി ഒക്യൂർ ചെയ്യുന്ന വാട്ടറിൻ്റെ സോഴ്സസിനെയാണ് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത്. നമ്മൾ പറയും ഭൂമി ഒരു ബ്ലൂ പ്ലാനറ്റാണ്. ഭൂമി സ്പേസിൽ നിന്ന് നോക്കിയാൽ ബ്ലൂ കളറിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഭൂമി ഒരു ജലം ഉള്ള ഗ്രഹമാണെങ്കിലും അതിന് 97% വെള്ളവും സോൾട്ട് വാട്ടറാണ്. അതായത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വാട്ടറാണ് 97%. ഓൺലി 3% മാത്രമാണ് എന്തുള്ളത്, ഭൂമിയിൽ ഫ്രഷ് വാട്ടർ ഉള്ളത്. ഇനി ഭൂമിയിലുള്ള വാട്ടർ സോഴ്സസിനെ പ്രധാനമായും നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്: സർഫസ് വാട്ടർ റിസോഴ്സസും ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസും. സർഫസ് വാട്ടർ റിസോഴ്സസിൽ വരുന്ന റിസോഴ്സസാണ് റിവർ, ലേക്ക്, കനാല്, പോണ്ട് പോലുള്ള കാര്യങ്ങൾ. ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസിൽ മെയിനായിട്ട് ഗ്രൗണ്ട് വാട്ടർ മാത്രമാണ് വരിക. ഓക്കെ, ഇനി ഇന്ത്യയിലെ വാട്ടർ യൂട്ടിലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാട്ടർ യൂസ് ചെയ്യുന്ന മേഖല ഏത്? അത് അഗ്രികൾച്ചറൽ സെക്ടറാണ്. ഇന്ത്യയിലെ 89% വരുന്ന സർഫസ് വാട്ടറും 92% വരുന്ന ഗ്രൗണ്ട് വാട്ടറും ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. അഗ്രികൾച്ചർ സെക്ടർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡൊമസ്റ്റിക് സെക്ടറാണ്. 9% വാട്ടറാണ് അവർ ടോട്ടലി ഉപയോഗിക്കുക. ദെൻ അത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ആക്ച്വലി 2% സർഫസ് വാട്ടറും 5% ഗ്രൗണ്ട് വാട്ടറുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഒന്നും തന്നെ നമുക്ക് പഠിക്കാനില്ല, മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ വാട്ടർ സ്കേഴ്സിറ്റിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ പറയാൻ സാധിക്കണം ഇന്ത്യയിൽ അഗ്രികൾച്ചർ സെക്ടറാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ഫ്രഷ് വാട്ടർ ഇല്ലാത്ത അവസ്ഥയെയാണ് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുക. വെള്ളമില്ലാത്ത അവസ്ഥയല്ല ശരിക്കും വാട്ടർ സ്കേഴ്സിറ്റി. വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഉപയോഗയുക്തമായ വെള്ളമില്ലാത്ത അവസ്ഥ. ഫ്രഷ് വാട്ടർ റിസോഴ്സസ് മനുഷ്യൻ്റെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ട അത്ര ഇല്ലെങ്കിൽ അതിനെയാണ് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ലോകത്തിലെ 1/3 പോപ്പുലേഷനും ഗ്ലോബൽ പോപ്പുലേഷൻ്റെ 1/3 സിവിയർ വാട്ടർ സ്കേഴ്സിറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 2 ബില്യൺ ആൾക്കാരും സിവിയർ വാട്ടർ സ്കേഴ്സിറ്റി അനുഭവിക്കുന്നവരാണ്. വർഷത്തിൽ ഒരു മാസമെങ്കിലും, വർഷം മുഴുവനത്തെ കാര്യമല്ല പറയുന്നത്, വർഷത്തിൽ ഒരു മാസമെങ്കിലും സിവിയർ വാട്ടർ സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഏകദേശം 1/3 ജനങ്ങളും. ഇനി അടുത്തതാണ് ഫാൽക്കൺ മാർക്ക് ഇൻഡിക്കേറ്റർ. ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണ്. എന്താണ് ഫാൽക്കൺ മാർക്ക് ഇൻഡിക്കേറ്റർ എന്ന് ചോദിച്ചാൽ വാട്ടർ സ്ട്രെസ് അളക്കുന്ന ഇൻഡിക്കേറ്ററാണ് ഫാൽക്കൺ മാർക്ക്. ഫാൽക്കൺ മാർക്ക് ഇൻഡിക്കേറ്റർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാട്ടർ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ട വെള്ളം എന്ന് പറയുന്നത് ഒരു വർഷം 1700 ക്യൂബിക് മീറ്ററാണ്. അപ്പോൾ ഈ 1700 ക്യൂബിക് മീറ്ററിനേക്കാളും വെള്ളം ഒരാൾക്ക് കുറവാണ് ലഭിക്കുന്നതെങ്കിൽ, ഒരു വർഷം ലഭിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ വാട്ടർ സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റാണ്. എന്താ വാട്ടർ സ്ട്രെസ്? അതായത് ഒരു പേഴ്സണ് ഒരു വർഷം ലഭ്യമാകുന്ന വെള്ളം 1700 ക്യൂബിക് മീറ്ററിൽ താഴെയാണെങ്കിൽ അതിനെ നമ്മൾ വാട്ടർ സ്ട്രെസ് എന്ന് പറയും. ഇനി ആ വെള്ളത്തിൻ്റെ അളവ് 1000 ക്യൂബിക് മീറ്ററിനേക്കാളും താഴെയാണെങ്കിൽ അതിനെ നമ്മൾ വാട്ടർ സ്കേഴ്സിറ്റി എന്ന് വിളിക്കും. ഇനി അത് 500 ക്യൂബിക് മീറ്ററിലും താഴെയാണെങ്കിൽ അതിനെ നമ്മൾ അബ്സല്യൂട്ട് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ഒരു പേഴ്സണ് ഒരു ഇയറിൽ ലഭിക്കുന്ന വാട്ടറിൻ്റെ അളവ് 1700 ക്യൂബിക് മീറ്ററിലും താഴെയാണെങ്കിൽ അതിന് നമ്മൾ വാട്ടർ സ്ട്രെസ് എന്ന് വിളിക്കും. 1000 ക്യൂബിക് മീറ്ററിലും താഴെയാണെങ്കിൽ അതിന് നമ്മൾ വാട്ടർ സ്കേഴ്സിറ്റി എന്ന് വിളിക്കും. 500 ക്യൂബിക് മീറ്ററിലും താഴെയാണെങ്കിൽ നമ്മൾ അതിനെ അബ്സല്യൂട്ട് വാട്ടർ സ്കേഴ്സിറ്റി എന്ന് വിളിക്കും. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വാട്ടർ ക്രൈസിസ് ഇൻ ഇന്ത്യ. എന്താണ് വാട്ടർ ക്രൈസിസ് എന്ന് പറയുന്നത്? അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ത്യയിലുള്ള വാട്ടർ അത് ഉപയോഗയുക്തമല്ലെങ്കിൽ അത് ഡിറ്റീരിയോറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയുകയോ ഡിപ്ലീഷനോ സംഭവിക്കുകയാണെങ്കിൽ അത് വാട്ടർ ക്രൈസിസിലോട്ട്
നയിക്കാം. വാട്ടർ ക്രൈസിസിന്, വെള്ളമില്ലാത്ത അവസ്ഥ, അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡിപ്ലീഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡിപ്ലീഷൻ എന്ന് പറയുക. 2 ക്വാളിറ്റേറ്റീവ് ഡിപ്ലീഷൻ. ക്വാളിറ്റേറ്റീവ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമുണ്ട്, പക്ഷേ വെള്ളത്തിന് ക്വാളിറ്റി, പൊല്യൂട്ടഡ് വാട്ടറാണ്. അപ്പോൾ 2 തരത്തിലാണ് ഇന്ത്യയിൽ വാട്ടർ സ്ട്രെസ് അനുഭവപ്പെടുക. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡിപ്ലീഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറയുക. 2 ക്വാളിറ്റേറ്റീവ് ഡിപ്ലീഷൻ. ക്വാളിറ്റേറ്റീവ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ പൊല്യൂട്ടഡ് ആവുക. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡിപ്ലീഷൻ ഇന്ത്യയിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ 80% വെള്ളം റിസീവ് ചെയ്യപ്പെടുന്നത് 4 മാസത്തെ മൺസൂൺ പീരീഡിലാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഇന്ത്യയിൽ 80% വെള്ളം ലഭ്യമാവുന്നതും 4 മാസത്തെ മൺസൂൺ പീരീഡിലാണ്. അതാണ് മെയിൻ ക്വാണ്ടിറ്റേറ്റീവ് ഡിപ്ലീഷനുള്ള കാരണം. 2 ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എന്തനുഭവപ്പെടുന്നുണ്ട്? ഡ്രൗട്ട് അനുഭവപ്പെടുന്നുണ്ട്. 3 സർഫസ് റൺ ഓഫ്. നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം ഹിമാലയൻ നദികളാണ്. ഹിമാലയൻ നദികളെല്ലാം ഒഴുകി വരുന്നത് മൗണ്ടൻ സ്ലോപ്സിലൂടെയാണ്. ഒരു നദി മൗണ്ടൻ സ്ലോപ്പിലൂടെ ഒഴുകി വരുമ്പോൾ റിവറിന് സ്പീഡ് കൂടുതലായിരിക്കും. റിവറിന് സ്പീഡ് കൂടുതലാണെങ്കിൽ ആ റിവർ വാട്ടറിന് ഗ്രൗണ്ട് വാട്ടറായി മാറാനുള്ള സമയം കിട്ടില്ല, അല്ലെങ്കിൽ ആ റിവർ വാട്ടറിന് താഴോട്ട് പെർക്കൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സർഫസ് റൺ ഓഫ് കൂടുതലാണ്. ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത്. ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടി. ഇപ്പം നിങ്ങൾക്ക് അറിയാം ഇന്ത്യയാണ് മോസ്റ്റ് പോപ്പുലേഷനുള്ള നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ദെൻ ഓവർ ഇറിഗേഷൻ. ഇന്ത്യയിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സയൻറ്റിഫിക് ബേസിലല്ല നടത്തുന്നത്. ഇന്ത്യയിൽ ഒരുപാട് വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രോപ്സ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ റൈസ്, ഷുഗർ കെയിൻ പോലുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതിനു വേണ്ടി ഓവർ ഇറിഗേഷൻ വേണ്ടി വരും. ദെൻ വാട്ടർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് ലൈക്ക് ടാനറീസ്, ലെതർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസൊക്കെ ഗംഗയുടെയൊക്കെ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ് അവിടെ മെയിൻലി വർക്ക് ചെയ്യുന്നത്. ദെൻ ന്യൂ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. പണ്ട് നമ്മൾ 2 ബക്കറ്റും കൊണ്ട് വെള്ളം എടുത്തിട്ടാണ് കുളിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ഷവർ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വിമ്മിംഗ് പൂൾസ് യൂസ് ചെയ്യും, ബാത്ത് ടബ്സ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂസേജും കൂടി വരുന്നു. ദെൻ പേയ്മെൻറ്റ്സ്. നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ മുറ്റങ്ങളിലൊക്കെ കട്ടയൊക്കെ ഇട്ട് നിരത്തി വെച്ചേക്കാണ് അല്ലേ, ടൈലിട്ടേക്കാണ്. ആക്ച്വലി നമ്മളങ്ങനെ ടൈലിടുമ്പോൾ എന്താ സംഭവിക്കുക? വേണ്ടത്ര ഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടത്തില്ല. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഴവെള്ളം മണ്ണിൽ ഇറങ്ങി ചെന്നിട്ടാണ് ഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുക. നമ്മളിങ്ങനെ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ വെള്ളം ഇറങ്ങിച്ചെല്ലില്ല, ഗ്രൗണ്ട് വാട്ടർ റീപ്ലെനിഷ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് റീസൺ. ഇനി നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് കിട്ടും. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ പ്രധാനമായിട്ട് 80% വെള്ളം കിട്ടുന്നതും 4 മാസത്തെ മൺസൂൺ പീരീഡിലാണ്. രണ്ടാമത്തെ കാര്യം ക്ലൈമറ്റ് ചേഞ്ച്. മൂന്നാമത്തെ കാര്യം സർഫസ് റൺ ഓഫ്. 4 പോപ്പുലേഷൻ ഗ്രോത്ത്. 5 ഓവർ ഇറിഗേഷൻ ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്. 6 വാട്ടർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് ലൈക്ക് ടാനറീസ്. ദെൻ ന്യൂ ലൈഫ് ചേഞ്ചസ്. ദെൻ പേയ്മെൻറ്റ്സ്. ഇനി ക്വാളിറ്റേറ്റീവ് ഡിപ്ലീഷന് കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇന്ത്യയിൽ ക്വാളിറ്റേറ്റീവ് ഡിപ്ലീഷന് പ്രധാന കാരണം അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഒരുപാട് പെസ്റ്റിസൈഡും ഫെർട്ടിലൈസേഴ്സൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ ഈ മഴവെള്ളത്തിൽ ലീച്ച് ചെയ്ത് ഈ സംഭവങ്ങൾ വാട്ടർ ബോഡീസിൽ വന്ന് വീഴും. അത് വാട്ടർ ബോഡീസിനെ പൊല്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ ക്വാളിറ്റേറ്റീവ് ഡിപ്ലീഷനാണ് പൊല്യൂട്ടഡ് വാട്ടർ ഫ്രം ഇൻഡസ്ട്രീസ് ലൈക്ക് ടാനറീസിൽ നിന്നൊക്കെ വരുന്ന പൊല്യൂട്ടഡ് വാട്ടർ, ഇൻഡസ്ട്രീസിൽ നിന്ന് ട്രീറ്റ് ചെയ്യാതെ വിടുന്ന വെള്ളം. മൂന്നാമത്തത് ഗാർബേജ് ലീക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിലും പരിസരത്തൊക്കെ ഇടുന്ന വേസ്റ്റ്, അതിൽ നിന്ന് ലീക്ക് ചെയ്ത് വരുന്ന വെള്ളം. ദെൻ പാത്തോജനിക് പോപ്പുലേഷൻ, ഈക്കോളൈ പോലുള്ള ബാക്ടീരിയാസിൻ്റെ പൊല്യൂഷനും കൊണ്ടും വാട്ടറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാം. ദെൻ അടുത്തതാണ് ആർസനിക് പോലെയുള്ള പൊല്യൂട്ടൻസ്, അല്ലെങ്കിൽ പറയാം ഹെവി മെറ്റൽ പൊല്യൂഷൻ. ഹെവി മെറ്റൽ പൊല്യൂഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ എക്സസീവായിട്ട് ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ, എക്സസീവായിട്ട് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ റോക്സിൽ നിന്നും മറ്റ് സംഭവങ്ങളിൽ നിന്നും ഹെവി മെറ്റൽസ്
എന്ത് ചെയ്യും, ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിലോട്ട് അല്ലെങ്കിൽ കിണർ വെള്ളത്തിലോട്ട് ഒലിക്കാനായിട്ട് തുടങ്ങും. അത് ആക്ച്വലി റോക്സിലൊക്കെ ലോക്ക് ചെയ്തിരിക്കുന്ന സാധനമാണ് ആർസെനിക്, ഫ്ലൂറൈറ്റൊക്കെ. അപ്പോൾ എക്സസീവായിട്ട് നമ്മൾ വാട്ടർ ടേബിൾ ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സസീവായിട്ട് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോക്സിലൊക്കെ ലോക്ക് ചെയ്യപ്പെട്ടാണ് ആർസെനിക്, ഫ്ലൂറൈഡ് പോലുള്ള സാധനങ്ങൾ വെള്ളത്തിലോട്ടെത്തും. ദെൻ കോസ്റ്റൽ ഇനണ്ടേഷൻ, അതായത് സൈക്ലോൺസ് ഉണ്ടാവുക, സുനാമി ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ വലിയ തിരമാലകൾ കരയിലോട്ട് കയറും. അപ്പോൾ കരയിലുള്ള തീരദേശത്തുള്ള കിണറുകളിലും മറ്റും ഉപ്പുവെള്ളം അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡിപ്ലീഷൻ മെയിൻലി നടക്കുന്നത് ഈ രീതിയിലാണ്. ഇനി എന്താണ് ഒരു സ്ഥലത്ത് വാട്ടർ ക്രൈസിസ് ഉണ്ടായാൽ അതിൻ്റെ കോൺസീക്വൻസസ് എന്ന് പറയുന്നത്? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വരുന്ന ബെസ്റ്റ് കോൺസീക്വൻസസ് ആണ്. ഒന്ന്, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഡിസ്പ്യൂട്ടാണ് വാട്ടർ ഡിസ്പ്യൂട്ട്, കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ മാന്തോവി വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇൻഡസ് വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, തീസ്ത വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അപ്പോൾ വാട്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർ വരെ നടക്കാം. ഇറ്റ് മേ ക്രിയേറ്റ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഇൻ്റർനാഷണലി ആൻഡ് സ്റ്റേറ്റ് വൈസ്. ഓക്കെ, ഇനി അടുത്തതാണ് ലാക്ക് ഓഫ് ആക്സസ് ടു ക്ലീൻ വാട്ടർ. വാട്ടർ ക്രൈസിസ് വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം വെള്ളമില്ല എന്നുള്ളതല്ല, ക്ലീൻ വാട്ടർ ലഭ്യമാവാതിരിക്കുക എന്നതാണ്. ഇനി ക്ലീൻ വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റില്ല. കൃഷി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫുഡ് ഷോർട്ടേജസിലോട്ട് അത് നയിക്കും. ഇനി നമുക്കറിയാം ഏതൊരു ഇൻഡസ്ട്രിയുടെ ഏതൊരു പ്രോഡക്റ്റും നമ്മൾ പ്രകൃതിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഭൂരിഭാഗവും അഗ്രികൾച്ചർ വഴി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ അഗ്രികൾച്ചറിനെ വാട്ടർ ക്രൈസിസ് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെയും സ്ലോ ചെയ്യാം. ഇനി നമുക്കറിയാം ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഹൈഡ്രൽ ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മുടെ പുഴകളും അരുവികളൊക്കെ വറ്റി വരളുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, എനർജി ഷോർട്ടേജസ് അനുഭവപ്പെടും. ഇനി അഗ്രികൾച്ചറൽ സെക്ടറും സർവീസ് സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും ഒരുപോലെ എഫക്റ്റഡ് ആവുകയാണെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി തന്നെ സ്ലോ ഡൗൺ ചെയ്യാം. ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ മാത്രം കണ്ടുവരുന്ന ഓർഗാനിസംസ് ഉണ്ട് അല്ലേ? നമുക്കറിയാം അക്വാട്ടിക് ഓർഗാനിസം. അപ്പോൾ വാട്ടർ ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റീനെ എഫക്റ്റ് ചെയ്യും. അതുമാത്രമല്ല ഹ്യൂമൻ്റെയും അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഹെൽത്തിനെ അത് ബാധിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോൺസീക്വൻസസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ വാട്ടർ സ്ട്രെസ്ഡ് ഏരിയാസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ ഡാർക്ക് റെഡ് കളറിൽ കാണിച്ചേക്കുന്ന സ്ഥലങ്ങളെല്ലാം വാട്ടർ ക്രൈസിസ് നല്ല രീതിയിൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കാശ്മീരിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന റീജിയൻസ് ഉണ്ട്, ഗുജറാത്ത് റീജിയൻസ് ഉണ്ട്, ദെൻ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളുണ്ട്, ആന്ധ്ര റീജിയൻസിലും മെയിനായിട്ട് ഇത് കാണാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെ ഗവൺമെൻറ് മെഷേഴ്സാണ് വാട്ടർ സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്നത്? നിങ്ങൾ ഏതൊരു പ്രശ്നവും പഠിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് സ്കീംസ് പഠിക്കുക. മെയിൻസിൻ്റെ ആൻസേഴ്സിൽ ഗവൺമെൻറ് സ്കീംസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ ജൽശക്തി അഭിയാൻ. ഇത് വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ വാട്ടർ കൺസർവേഷന് വേണ്ടി മിനിസ്ട്രി ഓഫ് ജൽശക്തി കൊണ്ടുവന്നേക്കുന്ന പ്രോഗ്രാമാണ് ജൽശക്തി അഭിയാൻ. ദെൻ ഹർ ഖേത് കോ പാനി, മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ്. ഇത് ആക്ച്വലി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ഭാഗമാണ്. അതായത് ഇത് അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ പ്രോഗ്രാമാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചറൽ മിനിസ്ട്രിയാണ്. അപ്പോൾ മിനിസ്ട്രി അല്ല, അഗ്രികൾച്ചർ സെക്ടറാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമാണ് ഹർ ഖേത് കോ പാനി, മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ്. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ ക്രോപ്പ് ഉണ്ടാക്കുക. ഇതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ 3-4 പ്രോഗ്രാം മാത്രം പഠിച്ചാൽ മതി. എക്സാമിന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കൊടുത്തേക്കുന്നത്. അപ്പോൾ നാഷണൽ വാട്ടർ മിഷൻ ഉണ്ട്, നാഷണൽ ഗംഗാ മിഷൻ ഉണ്ട്, ഡാം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റ്, ഫ്ലഡ് കൺട്രോൾ ആൻഡ് ഫോർകാസ്റ്റ്,
വെറ്റ്ലാൻഡ് കൺസർവേഷൻ, ഗ്രീൻ ഇന്ത്യ മിഷൻ. ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ വാട്ടർ ക്രൈസിസ് മാറ്റാനായി കൊണ്ടുവന്നേക്കുന്ന പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഇതൊന്നും കാണാപാഠം പഠിക്കേണ്ട, 3-4 മാത്രം പഠിക്കുക. മെയിൻസിൻ്റെ ആൻസറിൽ എഴുതാനുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി ഒരു കാര്യം മനസ്സിലാക്കാം, അതായത് ഓരോ ബ്ലോക്ക് ലെവലിലും വാട്ടർ കൺസർവേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നേക്കുന്ന പ്രോഗ്രാമാണ് ജൽ ക്രാന്തി അഭിയാൻ. അതായത് ഓരോ ബ്ലോക്കിനെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വാട്ടർ കൺസർവേഷന് വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമാണ് ജൽ ക്രാന്തി അഭിയാൻ. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ കാണുന്ന ഭൂരിഭാഗം പ്രോഗ്രാംസും സർഫസ് വാട്ടർ കൺസർവേഷനാണ്. എന്നാൽ ഇന്ത്യയിൽ ഗ്രൗണ്ട് വാട്ടർ കൺസർവേഷന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി കൊണ്ടുവന്നേക്കുന്ന പ്രോഗ്രാമാണ് അടൽ ഭൂജൽ യോജന. ഗ്രൗണ്ട് വാട്ടർ കൺസർവേഷന് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന പ്രോഗ്രാമാണ് അടൽ ഭൂജൽ യോജന എന്നുള്ളത്. ഇനി നിങ്ങൾ വാട്ടർ ക്രൈസിസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മെയിൻസിൻ്റെ ആൻസറിൽ 1-2 ബെസ്റ്റ് കേസ് സ്റ്റഡീസ് എഴുതിയാൽ നന്നായിരിക്കും. അപ്പോൾ ബെസ്റ്റ് വാട്ടർ കൺസർവേഷൻ പ്രാക്ടീസസ് ആണ്. ഇന്ത്യയിൽ നിൽക്കുന്ന ബെസ്റ്റ് വാട്ടർ കൺസർവേഷൻ പ്രാക്ടീസസിൽ ഒന്നാണ് രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ജൽ സ്വാലംബൻ യോജന. രണ്ടാമത്തത് മഹാരാഷ്ട്രയുടെ ജൽയുക്ത് ശിവാർ. അതുപോലെ തന്നെ തെലങ്കാനയുടെ മിഷൻ കാക്കാത്തിയ. ഇതൊക്കെ ബെസ്റ്റ് വാട്ടർ കൺസർവേഷൻ പ്രാക്ടീസസിൽ വരുന്നതാണ്. ഇപ്പോൾ കേസ് സ്റ്റഡി ആയിട്ട് ആൻസറിൽ എഴുതാവുന്ന. അപ്പോൾ വാട്ടർ സ്ട്രെസ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഓരോ ഗവൺമെൻറ് കീഴിൽ നല്ല നല്ല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് തെലങ്കാനയുടെ മിഷൻ കാക്കാത്തിയ ആണ്. ഓക്കെ, ദെൻ മഹാരാഷ്ട്രയുടെ ജൽയുക്ത് ശിവാർ, മുഖ്യമന്ത്രി ജൽ സ്വാലംബൻ അഭിയാനി രാജസ്ഥാൻ. ഇനി വാട്ടർ ഡിപ്ലീഷൻ അല്ലെങ്കിൽ വാട്ടർ സ്ട്രെസ്സ് തടയാനായി എന്തൊക്കെ പ്രോഗ്രാംസ്, എന്തൊക്കെ സൊല്യൂഷൻസ് കൊണ്ടുവരാം. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യക്ക് 80% വെള്ളം കിട്ടുന്നത് മൺസൂൺ സീസണിലാണ്. അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് അത് ഹാർവെസ്റ്റ് ചെയ്യുക, അതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ. ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. രണ്ടാമത്തെ ഇന്ത്യയുടെ പ്രശ്നം സർഫസ് റൺ ഓഫ് ആണ്. ഒരുപാട് നദികളുണ്ടെങ്കിലും ആ നദിയിലെ വെള്ളം മൊത്തം ഒലിച്ചു പോവുകയാണ്. അപ്പോൾ അത് തടയാനായിട്ട് നമുക്ക് ചെക്ക് ഡാംസും എംബാങ്ക്മെൻറ്റ്സും പണി കഴിപ്പിക്കാം. അതായത് ഒരു റിവർ ഇവിടെ ഉണ്ടെങ്കിൽ ചെക്ക് ഡാംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പണി കഴിപ്പിക്കുക. അപ്പോൾ ചെക്ക് ഡാംസ് ഇങ്ങനെ വരുമ്പോൾ റിവറിൻ്റെ ഫ്ലോ അത് സ്ലോലി ആവും. അപ്പോൾ ഇനഫ് ടൈം കിട്ടും റിവർ വാട്ടറിന് താഴോട്ടേക്ക് പെർക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ മറ്റൊരു പ്രശ്നം പറഞ്ഞത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ വാട്ടർ യൂസേജ് കുറയ്ക്കാനായിട്ട് നമുക്ക് വാട്ടർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മില്ലറ്റ്സ് ബെസ്റ്റ് എക്സാമ്പിളാണ്. മില്ലറ്റ്സിന് വാട്ടർ കുറവ് മതി. അപ്പോൾ മില്ലറ്റ് പോലുള്ള വാട്ടർ എഫിഷ്യൻറ്റ് ക്രോപ്സ് യൂസ് ചെയ്യുക. ദെൻ റീയൂസ് ഓഫ് വാട്ടർ, അതായത് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ പുറത്ത് വരുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന വെള്ളം അത് റീയൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് ഗാർഡനിങ്ങിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പാത്രം കഴുകുന്ന വെള്ളം നമുക്ക് ഗാർഡനിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്, നമ്മൾ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മഴക്കുഴികളും മറ്റും തീർക്കുക. അതായത് പിന്നെ പേയ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മളെല്ലാവരും വീടിൻ്റെ മുറ്റത്ത് ടൈലിടും. ആ ഒരു പ്രാക്ടീസ് കളഞ്ഞാൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഫ്ലഡ് ഇല്ലാതെയാവും. കേരളം ഫ്ലഡ് ചെയ്യാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ ഇതാണ്. നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ മുമ്പിൽ ടൈലിട്ടേക്കുക. അപ്പം മഴ പെയ്യുമ്പോൾ വെള്ളം എന്തെങ്കിലും പെർക്കുലേറ്റ് ചെയ്യില്ല. സാധാരണ ഒരു മഴ പെയ്യുമ്പോൾ മിനിമം ഒരു 50 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ചെറിയ വീട്ടുമുറ്റത്ത് താന്നു പോകും. പക്ഷെ നമ്മൾ ഈ ടൈലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഒന്നും താഴോട്ട് പോവില്ല, പകരം അതവിടെ ഫ്ലഡിങ് കണ്ടീഷൻ ഉണ്ടാക്കും. ദെൻ സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെൻറ്റ്, അതായത് നാളെ ഒരു തലമുറയ്ക്ക് ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ വാട്ടർ യൂസ് ചെയ്യുക. ദെൻ പൊല്യൂഷൻ കൺട്രോൾ, അതായത് പൊല്യൂഷൻ കൺട്രോളിൽ വരുന്നതാണ് നമ്മൾ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ റിലീസ് ചെയ്യുന്ന വാട്ടർ. അതൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. ദെൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വാട്ടർ കൺസർവേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവയർനെസ് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുക. ദെൻ പുതിയ ഗവൺമെൻറ് പോളിസീസ് കൊണ്ടുവരിക. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കേപ്പ് ടൗണിൻ്റെ ഡേ 0. അതായത് ഒരു കാലഘട്ടത്തിൽ നന്നായി വാട്ടർ ക്രൈസിസ് അനുഭവിച്ച ഒരു നഗരമാണ് കേപ്പ് ടൗൺ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വാട്ടർ ക്രൈസിസ് അനുഭവിച്ച ഒരു നഗരമാണ് കേപ്പ് ടൗൺ. പക്ഷേ ഇന്ന് കേപ്പ് ടൗണിൽ അങ്ങനെ ഒരു വാട്ടർ സ്കേർസിറ്റി ഇല്ല. അതിന് കാരണം എന്ന് പറയുന്നത് കേപ്പ് ടൗണിൻ്റെ 0 ഡേ പോളിസി
ഈസിയാണ്. അവിടെ ഒരിക്കലും ഫ്രഷ് വാട്ടർ നമ്മൾ കിച്ചൺ തുടയ്ക്കാനോ വെഹിക്കിൾസ് കഴുകാനോ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ടു. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ യൂസേജ് സിസ്റ്റമാണ് കേപ്പ് ടൗണിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ്. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഒരേ സമയം ഫ്ലഡ് ഉണ്ടാവുകയും അതേസമയം മറുഭാഗങ്ങളിൽ ഡ്രൗട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് സർപ്ലസ് ആയിട്ട് വെള്ളമുള്ള റിവറിൽ നിന്ന് വെള്ളം കുറവുള്ള റിവറിലോട്ട് വാട്ടർ റീചാനലൈസ് ചെയ്യുക. അതാണ് റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് എക്സസീവായിട്ട് വെള്ളമുള്ള റിവറിൽ നിന്ന് വെള്ളമില്ലാത്ത റിവറിലോട്ട് കനാലുകളും പൈപ്പുകളും ഉപയോഗിച്ച് വെള്ളം ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെയാണ് റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റിന് മെയിൻലി 2 കമ്പോണൻസ് ആണുള്ളത്. ഹിമാലയൻ കമ്പോണൻറ്റും പെനിൻസുലാർ കമ്പോണൻറ്റും. ഹിമാലയൻ കമ്പോണൻറ്റിൻ്റെ അടിയിൽ 14 റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റുകളും പെനിൻസുലാർ കമ്പോണൻറ്റിൻ്റെ അടിയിൽ 16 റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റുകളുമാണ് നമുക്കുള്ളത്. ഹിമാലയൻ കമ്പോണൻ്റെ കീഴിൽ 14 പ്രോജക്ട്സും പെനിൻസുലാർ കമ്പോണൻ്റെ കീഴിൽ 16 പ്രോജക്ട്സുമാണ് ഉള്ളത്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കെൻ ബെത്വ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ്, അതാണ് നമ്മളിപ്പോൾ ന്യൂസിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ആ കെൻ ബെത്വ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് പെനിൻസുലാർ കമ്പോണൻ്റ് ആണ്. കാരണം കെന്നും ബെത്വയും ഈ 2 റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സാണ്. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിച്ചതാണ്. അപ്പോൾ അത് പെനിൻസുലാർ കമ്പോണൻറ്റിൽ വരുന്ന റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്ട്സ് ആണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നത്? വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് നാഷണൽ റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സിലുള്ള ഫ്ലഡ് കുറയ്ക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു റിവറിൽ ഫ്ലഡ് കുറയുമ്പോൾ വേറൊരു ഭാഗത്ത് വാട്ടർ ക്രൈസിസ് കുറയും. കാരണം ഫ്ലഡ് കുറയ്ക്കാനായിട്ട് ഫ്ലഡുള്ള റിവറിൽ നിന്ന് വെള്ളം വറ്റിയ റിവറിലോട്ട് നമ്മൾ വാട്ടർ റീചാനലൈസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അവിടെയുള്ള വാട്ടർ ക്രൈസിസ് പരിഹരിക്കപ്പെടും. ഇനി നമുക്ക് അറിയാം പല റിവറിലും നമ്മൾ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. വേനൽക്കാലം ആകുമ്പോൾ റിവറിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ് വെക്കുകയാണെങ്കിൽ ചില റിവറുകളിൽ ത്രൂ ഔട്ട് ദി ഇയർ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ഒരു റിവർ വറ്റി വരണ്ടു പോയാൽ, ഒരു റിവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ അവിടുത്തെ കംപ്ലീറ്റ് എക്കോസിസ്റ്റവും നഷ്ടപ്പെടും. നമ്മൾ റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഒരു റിവറിനെ നമ്മൾ റിവൈവ് ചെയ്യുക ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇന്ത്യൻ അഗ്രികൾച്ചറിനെ സഹായിക്കും. നമുക്കറിയാം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇറിഗേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൃഷി നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇറിഗേഷൻ ഉപയോഗിച്ച് നമ്മൾ കൃഷി നടത്തുമ്പോൾ റിവർ വറ്റിപ്പോവുകയാണെങ്കിൽ, അതായത് നോർത്ത് ഇന്ത്യയിൽ ആണ് മെയിനായിട്ട് കനാൽ ഇറിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കനാൽ ഇറിഗേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഈ കനാലുകൾ വറ്റും റിവറിൽ വെള്ളം കുറയുമ്പോൾ. അപ്പോൾ അത് അഗ്രികൾച്ചറിനെ ബാധിക്കും. അപ്പോൾ റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് ഇന്ത്യൻ അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മൾ ഇൻലൻഡ് വാട്ടർ വേസ് ഉപയോഗിക്കാറുണ്ട്. അതായത് ഇൻലൻഡ് വാട്ടർ വേ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നദികളിൽ, നമ്മുടെ നാഷണൽ വാട്ടർ വേ 1 ഇരിക്കുന്നത് ഗംഗാ റിവറിലാണ്, നാഷണൽ വാട്ടർ വേ 2 ഇരിക്കുന്നത് ബ്രഹ്മപുത്ര റിവറിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇൻലൻഡ് വാട്ടർ വേസ് ഉപയോഗിക്കാറുണ്ട്. ആ ഇൻലൻഡ് വാട്ടർ വേ എന്ന് പറയുന്നത് റിവേഴ്സാണ്. റിവറിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ വേ ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റുകൾ ഇൻലൻഡ് വാട്ടർ വേ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ വെതർ ഫ്ലോ ഓഗ്മെൻറ്റേഷന് സഹായിക്കും. ഡ്രൈ വെതർ ഫ്ലോ ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിവർ സമ്മർ സീസണിൽ ഡ്രൈ ആകുമ്പോൾ അതിൽ വേണ്ടത്ര വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ദെൻ റെഡ്യൂസിങ് റീജിയണൽ ഇംബാലൻസസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മൺസൂൺ
വഴിയാണ് 80% വെള്ളം ഇന്ത്യയിലെത്തുന്നത്. പക്ഷേ മൺസൂൺ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലഘട്ടത്തിൽ, അതായത് ഒരു 4 മാസത്തിൽ മാത്രം നടക്കുന്ന ഫിനോമിനയാണ് മൺസൂൺ എന്ന് പറയുന്നത്. ഇനി മൺസൂൺ മഴ ഇന്ത്യ ഒട്ടുക്ക് ഒരുപോലെയല്ല ലഭിക്കുന്നത്. മൺസൂൺ മഴ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് വെസ്റ്റേൺ ഘാട്ടിൻ്റെ വെസ്റ്റേൺ സൈഡിനും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനുമാണ്. അപ്പോൾ ഈ മൺസൂൺ മഴ വെൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതാണ് അവിടുത്തെ വേറൊരു, അതായത് ആ മൺസൂൺ മഴയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റിൻ്റെ മറ്റൊരു ലക്ഷ്യം. ദെൻ ഡിഫെൻസിനും സെക്യൂരിറ്റിക്കും സഹായിക്കും. നമ്മൾ പറയാറുണ്ട്, അതായത് വാട്ടർ ഡിസ്പ്യൂട്ടിൻ്റെ പേരിൽ വാർ വരെ നടക്കും. അത് തടയാനായിട്ട് റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റുകൾ ഹെൽപ്പ് ചെയ്യും. ദെൻ റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോജക്റ്റ് അല്ല, ഒരു ലാർജ് സ്കെയിൽ പ്രോജക്റ്റാണ്. അതിനുവേണ്ടി ഒരുപാട് കനാലുകളും അതുപോലെ തന്നെ കൾവെറ്റ്സും എല്ലാം നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് എംപ്ലോയ്മെൻറ്റ് ജനറേഷന് സഹായിക്കും. ഇനി റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്ട്സ് വയബിൾ ആണോ? അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് വയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മൾ, അതായത് ഇതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അതായത് ഈ റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റ് സക്സസ്ഫുൾ ആണോ, അതിന് വല്ല ചലഞ്ചസ് ഉണ്ടോ? ഓഫ് കോഴ്സ് ചലഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രോജക്റ്റ് ഫീസിബിലിറ്റി അഷ്വർ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു റിവർ വേറൊരു റിവറായിട്ട് കണക്ട് ചെയ്താൽ ത്രൂ ഔട്ട് ദി ഇയർ അതിൽ ഫ്ലോ ഉണ്ടാവുന്നു. ചിലപ്പോൾ 2 റിവറിനും വെള്ളം തികയാതെ വരാം. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നേച്ചറാണ് ഈ റിവറിനെ സംരക്ഷിക്കുന്നതും റിവറിന് വേണ്ട വെള്ളം കൊടുക്കുന്നതും എല്ലാം. അപ്പോൾ ഇതിൽ പ്രോജക്റ്റ് ഫീസിബിലിറ്റി ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, റിവർ ഇൻ്റർലിങ്കിങ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോജക്റ്റ് അല്ല. കിലോമീറ്റേഴ്സോളം നമുക്ക് കനാൽസും അതുപോലെ തന്നെ ചെറിയ പൈപ്പ്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫിനാൻസ് ആവശ്യമാണ്. ദെൻ ലാക്ക് ഓഫ് ടെക്നോളജി. ഇന്ത്യയിൽ ഈ ഇൻ്റർലിങ്കിങ് ചെയ്യാൻ വേണ്ട എല്ലാത്തരം ടെക്നോളജീസും അവൈലബിൾ അല്ല. ഇനി നമ്മൾ റിവർ ഇൻ്റർലിങ്കിങ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം പ്രകൃതിയുടേതായ ഒരു ഫ്ലോ ഉണ്ട്. നമ്മൾ അതിനെ ഇൻട്രപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്, മനുഷ്യൻ അതിനെ ഇൻട്രപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവർ ഇൻ്റർലിങ്കിങ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു കുറേ കനാലും പൈപ്പ് ലൈനും എല്ലാം ലേ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ലേ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ഒരുപാട് ഡാംസും റിസർവോയേഴ്സൊക്കെ പണി കഴിപ്പിക്കണം. ഈ ഡാംസും റിസർവോയേഴ്സൊക്കെ പണി കഴിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മിക്കവാറും റിവേഴ്സ് എല്ലാം തന്നെ ഒന്നിലധികം സ്റ്റേറ്റ്സിലൂടെ ഒഴുകുന്ന റിവേഴ്സാണ്. നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പക്ഷേ ആ റിവറിലെ വെള്ളം വറ്റാം, അതായത് ഫ്ലഡ് ഉണ്ടാവുന്ന റിവറിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാം. സ്വാഭാവികമായിട്ടും അത് അടുത്ത സ്റ്റേറ്റുമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾക്ക്, ഇൻ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുകൾക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ടുകൾക്കും ഇത് കാരണമായേക്കാം. അപ്പം ഇത്രയുമാണ് നമ്മുടെ റിവർ ഇൻ്റർലിങ്കിങ് പ്രോജക്റ്റിൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വേ ഫോർവേഡ് എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, റിവർ ഇൻ്റർലിങ്കിങ് എന്നുള്ളത് ഒരു ഫൈനൽ സ്റ്റെപ്പായിട്ട് മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇപ്പോൾ ഉള്ള റിസോഴ്സസിനെ അതിനെ എഫിഷ്യൻ്റായി യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ അതിനെ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്യുക, അതായത് ഉപയോഗം കുറയ്ക്കുക. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, അതാണ് ഏറ്റവും വലിയ മെത്തേഡ്. പിന്നെ ചെക്ക് ഡാംസ് പണി കഴിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രൗണ്ട് വാട്ടർ റീപ്ലേനിഷ് ചെയ്യപ്പെടും. ഇനി 80% ഒഴിഞ്ഞു പോകുന്ന മഴ, ആ മഴയെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുക, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അതുപോലെ തന്നെ ഇന്ത്യ വിർച്വൽ വാട്ടർ കൺസെപ്റ്റ് പുഷ് ചെയ്യുക. എന്താണ് വിർച്വൽ വാട്ടർ കൺസെപ്റ്റ്? നമ്മൾ ഇവിടെ നിന്ന് ഒരു വസ്തു പുറം രാജ്യത്തോട്ട് കയറ്റി വിടുമ്പോൾ അതിന് എത്രത്തോളം വാട്ടർ ഉപയോഗിച്ചു എന്ന് നമ്മൾ കരുതാറില്ല. പക്ഷേ ഇസ്രായേലുകാർ അങ്ങനെയല്ല. ഇസ്രായേലിൻ്റെ പ്രത്യേകത, ഇസ്രായേലിന് വെള്ളം കുറവാണ്, പക്ഷേ ആ കുറഞ്ഞ വെള്ളത്തിലും അവർ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ഒരിക്കലും അവരുടെ നാട്ടിലുണ്ടാവുന്ന വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സിലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് അവർ
പുറം രാജ്യത്തോട്ട് കയറ്റി വിടില്ല. കാരണം അവരപ്പോൾ അവിടെ അവരുപയോഗിച്ച വാട്ടറും കൂടെ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ റൈസ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ റൈസ് ഒരു വാട്ടർ ഇൻറ്റൻസീവ് ക്രോപ്പാണ്. നമ്മൾ റൈസ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ആ റൈസിൽ എത്രത്തോളം വാട്ടർ യൂസ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഇവിടെ പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. വിർച്വൽ വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്രോപ്പ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എത്രത്തോളം വാട്ടർ യൂസ് ചെയ്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് മേജർ വേ ഫോർവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വാട്ടർ ക്രൈസിസിൽ വരുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസും കാര്യങ്ങളും അതുപോലെ തന്നെ കറണ്ട് അഫെയറിൽ നിൽക്കുന്ന വാട്ടർ ഇൻ്റർലിങ്കിങ് എന്ന ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് പോളിമെറ്റാലിക് നൊഡ്യൂൾ. എന്താണ് പോളിമെറ്റാലിക് നൊഡ്യൂൾസ് എന്ന് പറയുന്നത്? പോളിമെറ്റാലിക് നൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആ പേരിൽ തന്നെ പോളി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം, മെറ്റാലിക് നൊഡ്യൂൾസ് അതായത് ഒന്നിലധികം മെറ്റൽസ് കാണപ്പെടുന്ന വസ്തുക്കളാണ് പോളിമെറ്റാലിക് നൊഡ്യൂൾ. ഇവർ നമ്മൾ മാംഗനീസ് നൊഡ്യൂൾസ് എന്നും പറയാറുണ്ട്. ഒരു പൊട്ടറ്റോൻ്റെ ഷേപ്പിൽ കണ്ട ഒരു ഉരുളക്കിഴങ്ങ് പോലത്തിരിക്കും ലാർജ് പോർസ് അല്ലെങ്കിൽ നൊഡ്യൂൾസ് ഉള്ള വസ്തുക്കളാണ് പോളിമെറ്റാലിക് നൊഡ്യൂൾസ്. ഇത് കടലിനടിയിലാണ് കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് മിനറൽസ് പ്രസൻ്റ് ആണ്. നിക്കൽ, കോപ്പർ, കൊബാൾട്ട്, ലെഡ്, മൊളീബ്ഡിനം, കാഡ്മിയം, വനേഡിയം എക്സെട്ര അങ്ങനെ ഒരുപാട് മെറ്റൽസ് അവൈലബിൾ ആണ്. ഇത് ന്യൂസിൽ വരാനുള്ള കാരണം അതായത് ഇന്ത്യക്ക് പോളിമെറ്റാലിക് നൊഡ്യൂൾസ് എടുക്കാനുള്ള അനുവാദം ഇന്ത്യൻ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി നൽകിയിരുന്നു. അതായത് ആദ്യമായിട്ട് പോളിമെറ്റാലിക് നൊഡ്യൂൾസ് എന്ന വസ്തു കണ്ടെടുത്തത് ഇന്ത്യൻ ഓഷ്യനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി, യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുള്ള അതോറിറ്റിയാണ് ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി. അവരനുവദിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഓഷ്യനിൽ നിന്നുള്ള നോൺ ലിവിങ് ആയിട്ടുള്ള വസ്തുക്കൾ, അതായത് ഫിഷല്ല, നോൺ ലിവിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, മെറ്റൽസ്, മിനറൽസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കപ്പെട്ടത് ഇന്ത്യൻ ഓഷ്യനിലാണ്. അപ്പോൾ UN കീഴിലുള്ള ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി ആക്ച്വലി ഇന്ത്യക്ക് 1987 പോളിമെറ്റാലിക് നൊഡ്യൂൾസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള അനുവാദം തുടങ്ങി. പക്ഷെ ഇന്ത്യക്ക് അന്നത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം ഇന്ത്യക്ക് അതിനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യ അടക്കമുള്ള 8 രാജ്യങ്ങൾക്ക് ഇത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള അനുവാദമുണ്ട്. ഇന്ന് നമ്മളത് ചെറിയ തോതിൽ എക്സ്ട്രാക്ട് ചെയ്ത് തുടങ്ങി. അത് ഇന്ത്യയിൽ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ഒക്കെ അല്ല, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? അതായത് ഇന്ത്യൻ ഓഷ്യനിൽ 75,000 സ്ക്വയർ കിലോമീറ്റേഴ്സിൽ, അതായത് ഏകദേശം 1600 കിലോമീറ്റർ അവേ, ഇന്ത്യയുടെ സദേൺ ടിപ്പിൽ നിന്ന് 1060 കിലോമീറ്റർ അവേ വരെയുള്ള സ്ഥലങ്ങളിൽ ഏകദേശം 380 മില്യൺ ടൺസ് പോളിമെറ്റാലിക് നൊഡ്യൂൾസ് ഉണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യയിൽ നിന്നും 1600 കിലോമീറ്റേഴ്സ് വരെയുള്ള അകലത്തിൽ 380 മില്യൺ ടൺസ് പോളിമെറ്റാലിക് നൊഡ്യൂൾസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ പോളിമെറ്റാലിക് നൊഡ്യൂൾസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരുപാട് മെറ്റൽസ് ഉണ്ട്. ഈ മെറ്റൽസിൻ്റെ എല്ലാം പ്രത്യേകത ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഫോൺ, ടാബ്, ലാപ്ടോപ്സ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന മിനറൽസ് ഇവയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ലീഡ് ചെയ്തിരിക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്കൽ ഇൻഡസ്ട്രീസ് ഉള്ളത് ചൈനയിലാണ്. അതിന് പ്രധാന കാരണം ഇതിൽ ഉപയോഗിക്കപ്പെടുന്ന മിനറൽസ് ഏറ്റവും കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്ത് കാശുണ്ടാക്കുന്നതുമായ നേഷൻ ചൈനയാണ്. ഇന്ത്യ ഇതിന് വേണ്ട എല്ലാ മിനറൽസും പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്
ചെയ്യുന്നത്. അപ്പോൾ വൺസ് നമ്മൾ ഈ ഒരു സാധനം, അതായത് പോളിമെറ്റാലിക് നൊഡ്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ കോപ്പർ, നിക്കൽ, കൊബാൾട്ട് പോലെയുള്ള മിനറൽസിൻ്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് ആവും. ഇന്ത്യ സെൽഫ് സഫിഷ്യൻ്റ് ആവുന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലോട്ട് ഇലക്ട്രോണിക്കൽ ഇൻഡസ്ട്രി മൊത്തമായിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. കാരണം ഇന്ത്യക്ക് ഒരു ലാർജ് ലേബർ ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇതുവരെ അതിനെ കംപ്ലീറ്റ്ലി ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ വൺസ് പോളിമെറ്റാലിക് നൊഡ്യൂൾസ് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉള്ള ലേബർ ഫോഴ്സിന് ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ വലിയ രീതിയിൽ ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ആൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതിലുപരി ഒരു ഓൺട്രപ്രണറെ ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഓൺട്രപ്രണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരുപാട് പേർക്കാണ് ജോലി ലഭിക്കുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കടലിനടിയിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഇന്ത്യയിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന കോസ്റ്റൽ കമ്മ്യൂണിറ്റീനെ ഇത് എംപവർ ചെയ്യും. കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിലേക്ക് ജോലി ലഭ്യമാകും. അതുമാത്രമല്ല, കോസ്റ്റൽ ലാൻഡ്സ് ഡെവലപ്പ് ചെയ്യപ്പെടും. ഒരേ സമയം ഇന്ത്യയും ഡെവലപ്പ് ചെയ്യപ്പെടും, അതേസമയം തന്നെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയും ഡെവലപ്പ് ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ റെയർ എർത്ത് മിനറൽസ്, അതായത് റെയർ എർത്ത് മിനറൽസ് എന്നാണ് പൊതുവെ ഇത്തരം മിനറൽസിനെ പറയുക, അത്ര അവൈലബിൾ അല്ലാത്ത മിനറൽസ്, അത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണെന്ന് പറഞ്ഞു. അപ്പോൾ വൺസ് പോളിമെറ്റാലിക് നൊഡ്യൂൾസ് ഇന്ത്യ എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ചൈനയുടെ മോണോപോളി തകരും. അതുമാത്രമല്ല, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളായ ജപ്പാൻ, ജർമ്മനി, സൗത്ത് കൊറിയ പോലുള്ള നേഷൻസുമായി ഇന്ത്യയുടെ റിലേഷൻഷിപ്പ്, ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ ഇതിനു വേണ്ടി റീസെൻ്റ്ലി ഉപയോഗിച്ച ഒരു കപ്പലാണ്, ഷിപ്പാണ് സമുദ്രരത്നാകർ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസും കൂടെ ചേർന്നിട്ടാണ് ആക്ച്വലി ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ സമുദ്രരത്നാകർ എന്ന ഷിപ്പാണ് റീസെൻ്റ്ലി യൂസ് ചെയ്തേക്കുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസും കൂടെയാണ് ഇത് ഇന്ത്യയിൽ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡീപ്പ് ഓഷ്യൻ മിഷൻ. ആക്ച്വലി ഡീപ്പ് ഓഷ്യൻ മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. അടുത്തത് ചലഞ്ചസ്. അപ്പോൾ പോളിമെറ്റാലിക് നൊഡ്യൂൾസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള മെയിൻ ചലഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ UPSC ചോദിക്കാം, ഇത്രയും പോളിമെറ്റാലിക് നൊഡ്യൂൾസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടും വൈ ഇന്ത്യ ഈസ് നോട്ട് എക്സ്പ്ലോറിങ് ഇറ്റ്? അപ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇത് ഓഷ്യൻ്റെ അടിത്തട്ടിലാണ് കാണുന്നത്. അപ്പോൾ ഇത് എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള രീതിയിൽ ഇത് എക്സ്ട്രാക്ട് ചെയ്താൽ മാത്രം പോരാ, ഇത് നമുക്ക് എക്കണോമിക്കലി വയബിൾ ആയിരിക്കണം, എങ്കിലേ നമുക്ക് അതിനെ റിസോഴ്സ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് കാശ് മുടക്കി അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത്രയും കാശ് അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള രീതിയിൽ അത് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ടെക്നോളജി അവൈലബിൾ ആയിരിക്കണം. ഇന്ത്യക്ക് ഇതിന് വേണ്ടിയുള്ള ടെക്നോളജീസ് അവൈലബിൾ അല്ല. അതാണ് ഇന്ത്യക്ക് ആദ്യം പറ്റിയ അബദ്ധം. ഇന്ത്യനോട് ആദ്യം തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ ടെക്നോളജി ഉണ്ടായിരുന്നില്ല. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓഷ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓഷ്യനിൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. കരയിൽ കാണുന്നതിലും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഓഷ്യനിലുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി ഡ്രിൽ ചെയ്യുമ്പോൾ, ഡീപ്പ് ഓഷ്യൻ മിഷനൊക്കെ ചെയ്യുമ്പോൾ ആ ഓഷ്യനിലെ ബയോഡൈവേഴ്സിറ്റീനെ അല്ലെങ്കിൽ ഓഷ്യൻ്റെ എക്കോസിസ്റ്റത്തിന്, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന് അത് നെഗറ്റീവ്ലി ബാധിക്കാം. ഒരുപാട് ഓർഗാനിസത്തിൻ്റെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഓഷ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം നമുക്ക് ഓഷ്യനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓഷ്യനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഒരു തിരിച്ചടിയായി മാറാം. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓഷ്യനിൽ നമ്മൾ ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ മേ ബി അത് എർത്ത് ക്വിക്ക് പോലെയുള്ള ഡീവാസ്റ്ററി, എർത്ത് ക്വിക്ക്, ഓഷ്യൻ അടിയിലുണ്ടാകുന്ന ലാൻഡ് സ്ലൈഡ്സ്, സുനാമി പോലെയുള്ള ജിയോളജിക്കൽ ഈവൻസിലോട്ട് നയിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടുള്ള ചലഞ്ചസ്. ഒന്ന്, ടെക്നോളജി അവൈലബിൾ അല്ല. രണ്ട്, നമ്മൾ പറഞ്ഞു എക്കണോമിക്കലി വയബിളായിട്ട് അതെടുക്കണം.
പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ലാർജ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആണ് ഉണ്ടാവുക, എക്കോസിസ്റ്റം നശിപ്പിക്കപ്പെടും. വേറൊരു കാര്യം ജിയോളജിക്കൽ ഈവൻസ് ആയ എർത്ത് ക്വിക്സ്, ലാൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ സുനാമി എല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഓഷ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് റിസർവ് ആയിരിക്കണം. അതിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കറിയുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റിസോഴ്സ് ജോഗ്രഫി എന്ന ടോപ്പിക്കും തീർന്നു. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സുകളും നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മുടെ ടോട്ടൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫിയും ഫിസിക്കൽ ജോഗ്രഫി എന്ന സബ്ജക്റ്റ് ഇന്ന് തീരുകയാണ്. പിന്നെ നമ്മുടെ ജോഗ്രഫിയുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇതോടുകൂടി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സസ് തീരുകയാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ക്ലാസ്സസിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ റിവിഷൻ ക്ലാസ്സസിലൊക്കെ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി എക്സാം എഴുതുക. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.